മടവൂർ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് ഒരു വ്യക്തി ചെന്ന് മടവൂർ ശൈഖ് റളിയല്ലാഹു അൻഹു പാൽ കുടിക്കുകയായിരുന്നു. അന്നേരം അല്പം പാല് കുടിച്ചിട്ട്, ഒരു ഗ്ലാസ് പാൽ അല്പം കുടിച്ചിട്ട് ഇദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം ആ പാൽ കുടിച്ചു. ഉടൻ തന്നെ അദ്ദേഹത്തിന് മഅരിഫത്ത് കിട്ടുകയാണ്. അദ്ദേഹം അള്ളാഹുവിലേക്ക് ലയിക്കുകയാണ്. പിന്നെ അദ്ദേഹം ഒരു വലിയായി മാറി. അങ്ങനത്തെ എത്ര മഹാന്മാര്, അങ്ങനെ എത്ര മഹാന്മാര്. അസ്സലാമു അലൈക്കും പ്രിയമുള്ളവരെ, ബാക്കി അമീറുദ്ദീങ്ങളുടെ വാക്കാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് കേൾക്കാം. അതിനു മുമ്പ് ഈ മൊയ്ലിയർ പറഞ്ഞത് എന്താണ്? CM മടവൂര് എന്ന് പറഞ്ഞാൽ അയാൾ തന്നെ വലിയല്ല, ഇനി വലിയ ആണെന്ന് തന്നെ കരുതുക. ആ വലിയൻ്റെ ബാക്കി പാല് കുടിച്ചപ്പോൾ ഓനാണ്ട് വലിയായി എന്നാണ് പറഞ്ഞത്. അതിനോടൊപ്പം ഒരു വിവരക്കേട് കൂടി പറഞ്ഞു, മഅരിഫത്തിൻ്റെ ദർജയിലേക്ക് എത്തി എന്നാണ് പറഞ്ഞത്. എന്താണ് മഅരിഫത്ത്? ഇവർക്ക് ആ ഒരു കാര്യം അറിയാമോ? മനുഷ്യർക്ക് പല ഹൃദയങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഉന്നതനായ, മാനവരിൽ മഹോന്നതനായ മദീനയുടെ മണവാളനാണ് ഏറ്റവും ഉയർന്ന സ്ഥാനത്തുള്ളത്. മലായിക്കത്തെ കിറാമിന് പോലും എത്തിച്ചേരാൻ കഴിയാത്ത ഒരു ദർജയാണത്. അള്ളാഹുവിൻ്റെ ആജ്ഞ മാത്രം അനുസരിക്കുകയും അള്ളാഹുവിനെ ഇബാദത്തായിക്കൊണ്ട് അവരുടെ ജീവിതകാലം അത്രയും ജീവിക്കുകയും ചെയ്യുന്ന മലായിക്കത്തിന് പോലും സിദറത്തുൽ മുന്തഹയിലേക്ക്, അതായത് മലായിക്കത്തുകളുടെ നേതാവാണല്ലോ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് പോലും എത്തിച്ചേരാൻ കഴിയാത്തൊരു മേഖല, അതാണ് സിദറത്തുൽ മുന്തഹ. ആ മേഖലയിലേക്ക് മാനവരിൽ മഹോന്നതനായ മാനവികതയുടെ നേരുദാഹരണമായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് പരിശുദ്ധ ഖുർആനിൽ നിന്നും സ്വഹീഹായ ഹദീസുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുക. പിന്നെ അതിന് ചുവട്ടിൽ ഉള്ള ദർജയിൽപ്പെട്ട ഒരു ദർജയാണ് മഅരിഫത്ത് എന്നുള്ളത്. ആർക്കാണത് മഅരിഫത്ത്? നമുക്ക് പരിശുദ്ധ ഖുർആനിലൂടെ വ്യക്തമാക്കി തന്നിട്ടുള്ളത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്കാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ ഒരു പ്രവാചകനാണ്, റസൂലാണ്. ഒരു കാലഘട്ടത്തിൽ വിഗ്രഹാരാധനയ്ക്കെതിരെ അള്ളാഹുവിൻ്റെ ഏകത്വം പറഞ്ഞുകൊണ്ട് പോരാട്ടം നടത്തിയ നമ്രൂദ് എന്ന് പറയുന്ന ഭീകരനായ ചക്രവർത്തിയോട് പോരാടി നിന്ന, സ്വന്തം പിതാവിനോട് പോലും, പിതാവിൻ്റെ ഒരു വിഗ്രഹാരാധകനായ പിതാവിനോട് പോലും കട്ടക്ക് നിന്ന് പോരാടിയ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരിൽ പ്രധാനികളിൽ ഒരാളാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് ലഭിച്ച ദർജയാണ് മഅരിഫത്ത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ദിവസങ്ങളോളം കത്തിയാളിക്കൊണ്ടിരിക്കുന്ന അഗ്നികുണ്ഡത്തിലേക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൈകാലുകൾ ബന്ധിച്ചുകൊണ്ട് നമ്രൂദിൻ്റെ കിങ്കരന്മാരെടുത്ത് എറിയുകയാണ്. ആ എറിയുന്ന സമയത്ത്, അല്ലെങ്കിൽ എറിയുന്നതിന് തൊട്ട് മുൻപായിക്കൊണ്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് ചോദിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ ചിറകുകളിട്ടൊന്ന് അടിക്കട്ടെ, അതായത് ചിറകൊന്ന് വിടർത്തട്ടെ, ഈ കൊട്ടലങ്ങളെല്ലാം ഈ സാമ്രാജ്യം തന്നെ തകർന്ന് തരിപ്പണമായി പോകുമെന്ന്. അവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്ന തവക്കുലിൻ്റെ ഒരു വാക്കുണ്ട്. എന്താണെന്നറിയോ? വേണ്ട, അതിൻ്റെ ആവശ്യമില്ല, എൻ്റെ റബ്ബുണ്ട് എന്നെ സംരക്ഷിക്കാൻ എന്നാണ് പറഞ്ഞത്. അതാണ് മഅരിഫത്ത്. റബ്ബിനോട് പ്രാർത്ഥിക്കുക എന്നതിനപ്പുറം ആ റബ്ബ് എന്നെ സഹായിക്കും എന്നുള്ള ആ ഒരു വിശ്വാസം ഉണ്ടല്ലോ, ആ വിശ്വാസം, എൻ്റെ റബ്ബ് എന്നെ, ഇത് കേൾക്കുന്ന നിങ്ങളെ സഹായിക്കും എന്നൊരു വിശ്വാസം നമുക്കുണ്ടാവും, ഉറപ്പുണ്ടോ നമുക്ക്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് ആ ഉറപ്പുണ്ടായിരുന്നു എന്നുള്ളതാണ്. മഅരിഫത്തിൻ്റെ ദർജയാണത്. ഇനി അത് പറയുന്ന സമയത്ത് പ്രത്യേകം പരിശുദ്ധ ഖുർആൻ അത് എടുത്തു പറയുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ബന്ധനസ്ഥനാക്കിക്കൊണ്ട് കൈകാലുകൾ ബന്ധിച്ചുകൊണ്ട് ഏഴയലത്തെത്താൻ കഴിയാത്ത അത്രയും വലിയ തീക്കുണ്ടത്തിലേക്ക് ഇബ്രാഹിം നബിയെ വലിച്ചെറിഞ്ഞപ്പോൾ അവിടെ അദ്ദേഹത്തെ ബന്ധിച്ചിരുന്ന ആ കയറുകളോ അല്ലെങ്കിൽ ചങ്ങലകളോ അതെന്താണോ ആ ബന്ധനം കത്തിയെരിഞ്ഞു പോയി. അദ്ദേഹത്തിൻ്റെ ഒരു രോമത്തിന് പോലും പോറലേറ്റില്ല. എന്തുകൊണ്ട്? അവിടെ അള്ളാഹു വ്യക്തമായി പറയുന്നുണ്ട്, തീയിനോട് ബർദൻ സലാമൻ എന്ന്. ബർദൻ എന്ന് പറഞ്ഞാൽ തണുപ്പാണ്, സലാമൻ രക്ഷയാണ്. തീയെ നീ ഇബ്രാഹിമിന് രക്ഷയും സമാധാനവുമാവുക. തണുത്ത വെള്ളം കുടിക്കുവാനുള്ള സാഹചര്യമാണ് ആ തീക്കുണ്ടത്തിൽ ലഭിച്ചത്. AC റൂമിൽ കിടക്കുന്നത് പോലെ ആ തീക്കുണ്ടത്തിൽ കിടന്നു. ഒരു മുഅ്ജിസത്താണ്. ആ ഒരു ലെവലിലേക്ക് അള്ളാഹുവിൻ്റെ സംരക്ഷണം ഉണ്ടാകുമെന്ന ഉറപ്പുണ്ടല്ലോ, ആ തവക്കുലുണ്ടല്ലോ, അത് വിശ്വാസത്തിൻ്റെ, നമ്മൾ ഇബ്രാഹിമിയ സ്വലാത്തിൽ ചൊല്ലാറുണ്ടല്ലോ,
അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. അല്ലേ, ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും നൽകിയതുപോലെ അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. ബറക്കത്തും അത് തന്നെയാണ്, ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും നൽകിയത് എന്നുള്ളതാണ്. റസൂലുള്ളാഹിക്കും കുടുംബത്തിനും നമ്മൾ ചോദിക്കുന്നത്, നമ്മൾ അല്ലാഹുവോട് തേടിക്കൊണ്ടിരിക്കുന്നത്. അതല്ലേ സ്വലാത്ത് ഇബ്രാഹിം. ഇൻഷാ അല്ലാഹ് കുറേ പറഞ്ഞു പോകുന്നൊന്നുമില്ല. ഇവിടെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, സത്യസന്ധമായിക്കൊണ്ട് ആളുകൾ പറഞ്ഞിട്ടുള്ളത്, മുസ്ലിയാക്കന്മാർക്കിടയിൽ നിന്ന് പോലും പറഞ്ഞിട്ടുള്ളത്, നിസ്കരിക്കുന്നത് കാണാത്ത, നോമ്പനുഷ്ഠിക്കുന്നവരെ നോമ്പ് മുറിക്കുവാൻ പ്രേരിപ്പിക്കുന്ന, സ്വർണം ഉപയോഗിച്ചിരുന്ന, ക്ലീൻ ഷേവ് ചെയ്തിരുന്ന, പൗഡർ ഇട്ടിരുന്ന, ഔറത്ത് മറക്കാതൊരു ഒറ്റമുണ്ട് കൊടുത്ത് നടന്നിരുന്ന, അന്യൻ്റെ ഹോട്ടലിൽ കയറിയിട്ട് നാണോ മാനോ ഇല്ലാതെ മൂക്കുമുട്ടെ തിന്നിരുന്ന, എന്നിട്ട് പൈസ കൊടുക്കാതെ ഇറങ്ങിപ്പോയിരുന്ന ഭാര്യയെ ഒരു കാരണവുമില്ലാതെ തൊലാക്ക് ചൊല്ലി വീട്ടിലേക്ക് പറഞ്ഞയച്ചിരുന്ന, ഇനിയും പറഞ്ഞാൽ തീരാത്ത, എണ്ണിയാൽ തീരാത്ത അത്രയും കാര്യങ്ങൾ ചെയ്തിരുന്ന CM മടവൂർ വലിയാണെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇനി അങ്ങനെ വെക്കുക. CM മടവൂരിൻ്റെ എച്ചിൽ കുടിച്ചപ്പോൾ, എച്ചിലാണത്. ഇനി ബാക്കിന്ന് വെക്കുക. ഓക്കെ, ബാക്കി കുടിച്ചപ്പോൾ, ഇത് പാല് കുടിച്ചപ്പോൾ CM മടവൂരിനെ പോലെ മറ്റേ ശൈത്താനും വലിയായി എന്നാ പറഞ്ഞ്. ആരുടെ വലിയാണ് ചെങ്ങായിയെ? തലയിലൊരു കെട്ട് കെട്ടി എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ, അല്ലേ? ശൈത്താൻ്റെ വലിയാണോ ആയത്? വലിയാവുക എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിൻ്റെ ഇഷ്ടദാസനാവുക എന്നുള്ളതാണ്. അതിന് അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കി, വരമർപ്പിക്കേണ്ട പോലെ വരമർപ്പിച്ച്, ആരാധനകൾ അർപ്പിക്കേണ്ട പോലെ ആരാധന അർപ്പിച്ചുകൊണ്ട്, വിശ്വസിച്ചുകൊണ്ട്, ആ അള്ളാഹുവിൽ തവക്കൽ ചെയ്തുകൊണ്ട്, ആ അള്ളാഹുവിനെ മാത്രം ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്നുള്ള ആയത്തിന് വിരുദ്ധമല്ലാത്ത വിധത്തിൽ കൊണ്ടു നടക്കണ്ടേ, അല്ലേ? ഞാൻ നേരത്തെ എണ്ണി പറഞ്ഞ ഏതൊരു കാര്യമുള്ളത് ആ ഒരു കൂട്ടത്തിൽ. അപ്പോൾ ഇനി ആ ഒരു അർത്ഥത്തിൽ ഹറാമുകളൊന്നുമില്ലാതെ, കറാഹത്ത് പോലുമില്ലാതെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ പ്രവാചകനെ ജീവിതത്തിൽ പരമാവധി അനുധാവനം ചെയ്തുകൊണ്ട്, ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും അള്ളാഹുവിനെ ഭയന്നുകൊണ്ട്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട്, അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് ജീവിച്ച് ആ ഒരു നിലയിൽ പോകുന്ന ഒരു വലിയ, ആ വലിയൻ്റെ പാലിൻ്റെ ബാക്കി കുടിച്ച ഏതെങ്കിലും കിഴങ്ങൻ മൊയന്തൻ വലിയാവുമോ? ഇല്ല. ആ പാല് കുടിക്കുന്നവൻ കുടിച്ചോ കുടിച്ചില്ലേ, അവൻ വലിയാവണോ? അവൻ മുഅ്മിനാവണം. ഒന്നാമത് മുസ്ലിം ആവണം, ആദ്യം മുഅ്മിനാവണം. അപ്പോൾ ഇസ്ലാമും ഈമാനും രണ്ടും രണ്ടാണോ എന്നൊക്കെ ചോദിക്കും. നമ്മൾ പല വീഡിയോയിൽ പറഞ്ഞതാണ്. ഒരു പറയാൻ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവരൊക്കെ നമ്മൾ മുസ്ലിങ്ങളെന്ന് പറയും, അല്ലേ? അവരെയൊക്കെ നമ്മൾ മുസ്ലിങ്ങളെന്ന് പറയും. 5 കർമ്മങ്ങൾ, 5 ഷഹാദത്ത് കലിമ അടക്കമുള്ള 5 കാര്യങ്ങൾ അത് ചെയ്യുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരെ നമ്മൾ മുസ്ലിം കമ്മ്യൂണിറ്റി കൂട്ടും. എന്നാൽ അള്ളാൻ്റെ റസൂലിൻ്റെ അടുത്ത് വന്നുകൊണ്ട് ചില അറാബികളായ ആളുകൾ പറയുകയാണ്, കാലത്തുൽ അറാബു ആമന്നാ കുല്ലൻ തുഅ്മിനൂൻ വലാകിൻ ഖൂലു അസ്ലംനാ എന്ന് പറയാണ്. അള്ളാൻ്റെ റസൂൽ ഞങ്ങളും മുഅ്മിനീങ്ങളല്ലേ, കാലത്തുൽ അറാബു ആമന്നാ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹ് അറിയിച്ചു കൊടുക്കുകയാണ്, ആയത്തിറക്കി കൊടുക്കുകയാണ്. ആ ചോദിച്ച സന്ദർഭം കുല്ലം തുഅ്മിനൂൻ, അവർ മുഅ്മിനീങ്ങളല്ല, വലാകിൻ ഖൂലു അസ്ലംനാ, വേണമെങ്കിൽ മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞു. അതാണ് അത് തമ്മിലുള്ള വ്യത്യാസം. മുസ്ലിം രണ്ടും രണ്ടെന്നെയാണ്. എല്ലാ മുസ്ലിങ്ങളും മുഅ്മിനീങ്ങളല്ല, എല്ലാ മുഅ്മിനീങ്ങളും മുസ്ലിങ്ങളാണ്. പണ്ടൊരാൾ പറഞ്ഞു, എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളല്ല, എല്ലാ തീവ്രവാദികളും മുസ്ലിമാണെന്ന് പറഞ്ഞല്ലേ. അത് പറഞ്ഞോല സംഘടനയുടെ അവസ്ഥ എന്താണെന്നുള്ളത് ഇന്ന് ലോകം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആ മേഖലയിലേക്ക് പോകുന്നില്ല. ഉറപ്പിച്ചോളിയും, എല്ലാ മുസ്ലിങ്ങളും മുഅ്മിനായിക്കൊള്ളണമെന്നില്ല. ഷഹാദത്ത് കലിമയല്ലേ, നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് വലിക്കുന്നുണ്ട്, ഹജ്ജ് ചെയ്യുന്നുണ്ട്, സക്കാത്ത് കൊടുക്കുന്നുണ്ട്. ഓൻ്റെ ഉള്ളിൽ ഈമാൻ്റെ കണികല്ല. ഓന് ഈ പറഞ്ഞ മുഹിയുദ്ദീൻ ഷെയ്ഖിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഷെയ്ഖോ ബീവിയോ ഉമ്മയോ വാപ്പയോ ഏതാവട്ടെ വിളിച്ച് തേടി അള്ളാഹുവോട് ചോദിക്കേണ്ട പോലെ ചോദിച്ച് അള്ളാഹു ഉത്തരം നൽകുന്നത് പോലെ ഉത്തരം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ 5 കാര്യം ചെയ്തിട്ടുണ്ട്. എന്താ കാര്യം? എന്നാൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് ഉറപ്പിച്ച്, മനസ്സിൽ ഉറപ്പിച്ച് ചൊല്ലിയിട്ട് കാര്യമില്ല, മനസ്സിൽ ഉറപ്പിക്കണം. വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് അത് ചൊല്ലിയിട്ട് കാര്യമില്ല, അത് പ്രാവർത്തികമാക്കണം. അപ്പോൾ അത്തരത്തിലുള്ള ഒരാൾ അള്ളാഹുവിൽ അചഞ്ചലമായ വിശ്വാസം ഉണ്ടാവണം. അള്ളാഹുവിൻ്റെ അസ്മാവ് സിഫാത്തുകളെക്കുറിച്ച് വ്യക്തമായി പഠിക്കണം. അള്ളാഹുവിൻ്റെ
റാത്ത് അംവാത്തിനെ കുറിച്ച് വ്യക്തമായി പഠിക്കണം. അള്ളാഹുവിൻ്റെ അഫ്ആല് അത് മനസ്സിലാക്കിയിരിക്കണം. അള്ളാഹുവിൻ്റെ റുബൂബിയത്ത് തിരിച്ചറിഞ്ഞിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം, പഠിച്ചിരിക്കണം. അള്ളാഹുവിൻ്റെ ഉലൂഹിയത്ത് അതിൽ കളങ്കരഹിതമായിക്കൊണ്ട് അതെന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കളങ്കരഹിതമായിക്കൊണ്ട് ജീവിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. അങ്ങനത്തെ മുഅ്മിനീങ്ങളായ ആളുകൾക്ക് വിലായത്ത് കിട്ടും. ഇമാം റാസി തഫ്സീറുൽ കബീറിൽ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? അർവാഹുൽ മുഅ്മിനീങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് അത് ഔലിയാക്കന്മാരുടെ മണ്ടക്കിടാൻ കൊണ്ടുവന്നില്ലേ? അല്ലെങ്കിൽ ഔലിയാക്കളെ മണ്ടക്കല്ല, ഔലിയാക്കന്മാരെ പോലെ എന്ന് അല്ലെങ്കിൽ ഔലിയാക്കന്മാരെന്ന് അവകാശപ്പെടുന്ന അവിടെ അർവാഹുൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞത് യഥാർത്ഥ വിശ്വാസികൾ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസരാണ്. സ്വർഗമാണ് അവർക്ക് പ്രതിഫലമെങ്കിൽ അവർ ഔലിയാക്കളല്ലേ? അള്ളാഹുവിനെ വിശ്വസിക്കേണ്ട പോലെ വിശ്വസിച്ച് അവൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് അംഗീകരിച്ച് മറ്റു ഒന്നിലേക്കും ഭരമർപ്പിക്കാതെ അല്ലെങ്കിൽ ഉലൂഹിയത്തിലോ റുബൂബിയത്തിലോ അസ്മാവ സിഫാത്തിലോ ദാത്തിലോ അംവാത്തിലോ ഒന്നും പങ്കു ചേർക്കാതെ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചുകൊണ്ട് ആ പ്രവാചകൻ അനുധാവനം ചെയ്തുകൊണ്ട് ആ പ്രവാചകൻ്റെ സുന്നത്തുകളെ ജീവിപ്പിച്ചുകൊണ്ട് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓന്നല്ലേ മുഅ്മിനെ, ഓന്നല്ലേ ഔലിയ. അല്ലാതെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും കാട്ടറായി അടിച്ച് നടക്കുന്നവൻ്റെ എന്തെങ്കിലും കള്ളക്കഥ പറഞ്ഞ് മെനഞ്ഞുണ്ടാക്കിയിട്ട് ഓൻ ഔലിയെന്ന് എഴുതിയിരിക്കുന്നത് ഓലൊക്കെയാണ്. പ്രിയമുള്ളവരെ, വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് എന്തായിരുന്നു ഇതിൻ്റെ ബാക്കിൽ അമീറുദ്ദീൻ പറയാൻ ശ്രമിച്ചത് എന്നൊന്ന് നമുക്ക് കേൾക്കാം അല്ലേ? അങ്ങനെ എത്ര മഹാന്മാരെ കൊണ്ട് ഇങ്ങനെ ചവിട്ടി നടക്കാൻ വയ്യ. അവിടെ നിറഞ്ഞു കവിഞ്ഞിക്കണി കേരളത്തില് ഈ വക സകല അലവലാദികളും ഉള്ള മഹാന്മാരാണ്. എന്താ കാര്യം? മൊയ്തീൻ ഷേഖിന്റെ നോമിനേഷൻ ലെറ്റർ ഒന്നും കിട്ടേണ്ട കാര്യമില്ല. ഇവിടെ ഇങ്ങനെ മടവൂരിന്റെ മൂട്ടില് ആ പിരാന്തൻ മടവൂരുണ്ടല്ലോ, വട്ടനായ തലക്ക് വെളിവില്ലാതിരുന്ന ആ മടവൂരിന്റെ പിന്നാലങ്ങ് നടന്നിട്ട് വലിയാക. എങ്ങനെ വലിയാക? ഒരാളിങ്ങനെ ചെന്ന് നോക്കുമ്പോൾ മടവൂർ പാലുടിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ പാല് കുടിച്ചതിന്റെ ബാക്കി ഇയാളും കുടിച്ചു. അതോടുകൂടി പെട്ടെന്ന് മൈരിഫത്ത് കിട്ടി, അള്ളാഹുലാണ് ലയിച്ചു. അതോടുകൂടി സഡൻലി ഔലിയായി. ഒരു റിസ്കും ഇല്ല വലിയാകാന്. മനസ്സിലായോ? അള്ളാഹുലാണ് ലയിച്ചത്രേ. വല്ല ശൈത്താനിലും ലയിച്ചിട്ടുണ്ടാവും. ചങ്ങായി പാലനല്ല മടവൂര് കൊടുത്തത്, അതോ പാലിന്റെ നിറമുള്ള വേറെന്തെങ്കിലും സാധനമാണോ ലഹരി ഉണ്ടാക്കണേ? അങ്ങനെ ഉണ്ടല്ലോ ചില സാധനങ്ങൾ. അത് കൊടുത്തുകാണ്ട് തലക്ക് കിറക്കായിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ഞാൻ വലിയാന്നൊക്കെ മുമ്പിൽ തോന്നിയിട്ടുണ്ടാവും. ചുരുക്കി പറയാ, ഇതാണ് ഇവിടെ വലിയാകാനുള്ള പണി. ഒരു റിസ്കും ഇല്ല. മടവൂരിന്റെ അടുത്ത് പോവാ, അയാൾ പാല് കുടിക്കുകയാണെങ്കിൽ അതിന്റെ ബാക്കി തൊട്ട് നമുക്ക് വലിയാകി. ഇനി മടവൂർ ആ സമയത്ത് വല്ല ബിരിയാണി തിന്നു കൂട്ടിക്കോളി, അതിന്റെ ബാക്കി എങ്ങാനും തിന്നാലോ ചിലപ്പോ കുത്തുബുൽ അക്താബും കുത്തുബുല്ലാലമും മുദബ്ബുലാലമൊക്കെ ആവും ഇവിടെ. മനസ്സിലായോ? വളരെ എളുപ്പമാണ് ഈ കേരളത്തിൽ ഈ വക ശൈത്താന്മാരെ കൂട്ടത്തിലെ വലിയെന്ന് പറഞ്ഞ് കോലം കെട്ടി നടക്കാന്. ഒരു റിസ്കും ഇല്ല, ഒരു ഇബാദത്തും ചെയ്യണ്ട, അങ്ങനെ നടന്നാ മതി. അതാണ് അതിനുള്ള മറുപടി. ഇതുപോലെയുള്ള തലയെക്കെട്ട മൊയ്ന്തുകൾക്ക് കൊടുക്കാൻ പറ്റുന്ന മറുപടി അമീറുദ്ദീൻ തന്നെയാണ് എന്നുള്ളതാണ്. ഇൻഷാ അല്ലാ കോപ്പിറൈറ്റും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ അകമഴിഞ്ഞ പിന്തുണ, സഹായം ഉണ്ടാവണം. പലരും ഈ നാവ് അറിയാൻ നോക്കുമ്പോൾ നിങ്ങളുടെ പിന്തുണയിലാണ് ഇതുവരെയും മുന്നേറിയിട്ടുള്ളത്. വലിയ റീച്ചൊന്നുമില്ലാത്ത കുറച്ചാളുകൾ മാത്രം കാണുന്ന ചെറിയ ചാനലുകളാണ് എൻ്റെ കയ്യിലുള്ളത്. എന്നിട്ട് പോലും അവർ എന്നെ ഭയക്കുന്നു എങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ സത്യമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സത്യമായിക്കൊണ്ട് മരണം വരെ പറയുക എന്നുള്ള ആ ഒരു ആഗ്രഹമാണ്, ആ ഒരു പ്രാർത്ഥനയാണുള്ളത്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പറഞ്ഞുകൊണ്ട് അല്ലേ, ജീവിതാവസാനം വരെ അള്ളാഹുവിൻ്റെ ഏകത്വം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന ആ ഒരു ലക്ഷ്യത്തോടെയാണ് മുന്നേറുന്നത്. നിങ്ങളുടെ പിന്തുണയും സഹായവും സഹകരണവും എപ്പോഴും ഉണ്ടാവണം. ഇൻഷാ അല്ലാ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി തുടങ്ങിയിട്ടുണ്ട്. അതിൽ നമ്മൾ കൂടുതൽ പോസ്റ്റുകളോ ഒന്നുമില്ല. ഈ ചാനലിൽ അതുപോലെ നമ്മുടെ ചാനലുകളിൽ വരുന്ന, പ്രത്യേകം ശ്രദ്ധിക്കുക, ആനുകാലിക വിഷയങ്ങൾ പറയുന്ന ചാനലുകളുണ്ട്, രാഷ്ട്രീയം പറയുന്ന ചാനലുകളുണ്ട്, അതുപോലെ തന്നെ സാമൂഹിക വിപത്തുകളെ തുറന്നു കാണിക്കുന്ന ചാനലുകളുണ്ട്. അതിലെല്ലാം വീഡിയോകൾ അതിൽ വരും. നിങ്ങൾക്ക് ചാനൽ നോക്കിയിട്ട് അത് തുറന്ന് കാണാവുന്നതാണ്. ഇസ്ലാമിക് വീഡിയോകൾ റിയാക്റ്റീവ് വീഡിയോസ് എന്ന ചാനലിലാണ് വരിക. അതുപോലെ തന്നെ ട്രൂത്ത് മുറ എന്നോ ട്രൂത്ത് മിത്ത് എന്നൊക്കെ പേരുള്ള ഒരു ചാനലുണ്ട്. അതിലും ഇസ്ലാമിക് വീഡിയോകൾ തന്നെയാണ് വരിക. എന്നാൽ മൻസൂർ മണ്ണാർക്കാട് എന്ന ചാനലിലും മൻസൂർ ടോക്ക് ട്രൂത്ത് എന്ന ചാനലിലും ആനുകാലിക വിഷയങ്ങളും സാമൂഹിക വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോകളും ഒക്കെ വരും ഇൻഷാ അല്ലാ. എന്തായാലും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ എത്തുന്നില്ല എന്നൊരു പരാതി ഉണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്കെതിരെ റിപ്പോർട്ടിങ്ങും സ്ട്രൈക്കും ഒക്കെ വന്നുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ എല്ലാവരിലേക്കും എത്തില്ല. അതിന് യൂട്യൂബിൻ്റെ അൽഗോരിതം അത് വർക്ക് ചെയ്യും. അങ്ങനെ ആകുമ്പോൾ ആളുകളിലേക്ക് എത്തില്ല. വീഡിയോ ലഭിക്കണം എന്ന് താല്പര്യമുള്ളവർ അറിയിക്കുക. നിങ്ങൾ ഒരു മെസ്സേജ് ചെയ്താൽ, ആ നമ്പർ ഇവിടെ ഉണ്ട്, ഈ നമ്പറിലേക്ക് നിങ്ങളൊരു മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ ആ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് അയച്ചു തരാം. അതിലേക്ക് നിങ്ങൾക്ക് കയറാവുന്നതാണ്. റിയാക്റ്റീവ് വീഡിയോസ് എന്ന ചാനലിൽ കമ്മ്യൂണിറ്റിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ലിങ്ക് ലഭിക്കുന്നതാണ്.
അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ എംപവർ മീഡിയയിൽ ആ ലിങ്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിൽ ഇൻഷാ അല്ലാ ആ ഒരു ലിങ്ക് ചെയ്യാൻ നോക്കാം. പ്രിയമുള്ളവരെ, ഒരിക്കൽ കൂടി നിങ്ങളേവരുടെയും പിന്തുണയും സഹകരണവും സഹായവും പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു റോസ്റ്റിങ്ങുമായിട്ട് നിങ്ങൾക്ക് മുന്നിലെത്തും. നിങ്ങളുടെ സ്വന്തം മൻസൂർ മണ്ണാർക്കാട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.